ഇന്നേ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. അത് അവർ ഈ കാറ്ററിംഗിന്റെ പരിപാടി എന്നെ ഏൽപ്പിച്ചത്. പറയാതെ ഞങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അടിപൊളിയാക്കണം, സൂപ്പർ ആക്കണം കേട്ടോ. അടിപൊളിയാക്കും. രമേശോ, ഇത് കല്യാണ റിസപ്ഷൻ അവിടെ നടക്കുന്നത്, അല്ലാതെ ബാറിലെ റിസപ്ഷൻ അല്ല. അല്ല, അത് ഞാനേ മൈക്ക് ടെസ്റ്റ് ചെയ്തതാ. ആണ്, അല്ലാതെ കള്ള് നാട്ടുകാരെ വിളിച്ചറിയിച്ചല്ല. അങ്ങനെയൊന്നുമല്ല. നോണ പറയല്ലേ? ഇല്ലെന്ന്. അതൊന്നും അല്ല. എന്താ 4 പേര് ഒരു ഫുള്ളുമായിട്ട് ആ വാഴത്തോട്ടത്തായിട്ട് പോയിട്ടുണ്ട്. അവർക്കുള്ള സിഗ്നൽ കൊടുത്താലടാ. നീ ആവശ്യമില്ല സംസാരിക്കരുത് കേട്ടോ. എന്താ സിഗ്നൽ കൊടുക്കാൻ? ഞാൻ ട്രാഫിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ചുമ്മാലാണ് നിന്നെ നാട്ടുകാർ രസോടെ എന്ന് വിളിക്കണത്. പല പ്രാവശ്യം എന്നെ രസോടെ വിളിക്കുന്നത് കേട്ടാ. എനിക്കറിയാവോ, എന്താ പണ്ടങ്ങാണ്ട് കലവറേക്കർ ഞാൻ ഒരു രസോടെ എടുത്ത് നിന്ന് അതിനാണ് ഇവൻ രസോടെ പറഞ്ഞ് കളിയാക്കണത്. എന്റെ അച്ഛനും അമ്മയും മര്യാദക്ക് എനിക്കൊരു പേരിട്ടുണ്ട് കേട്ടാ. എന്ത് രസവട? അല്ലല്ല, സരസൻ. എടാ, നീ സരസനല്ലടാ, നീ വിരസനാണ്. വിരസൻ കുറച്ച് സരസമായിട്ട് സംസാരിക്കുന്നു. എടാ, നിനക്കൊക്കെ പണിയൊന്നുമില്ലേ? ചുമ്മാ ഇങ്ങനെ ലാലാ പടി ഇതിലെ നടക്കുക. നീ പ്രത്യേകിച്ചും എന്തെങ്കിലും പണിയുണ്ടെ പണിയാ നോക്കട്ടോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താ ഇവൻ ഇരുന്ന് പണിയണാണ് മര്യാദ? പിന്നെ അവൻ പണിയുന്നുണ്ട്. നീയാണ് ഉഴപ്പ്. ചെറുക്കനും പെണ്ണി ഇരിക്കുന്ന സിംഹാസനത്തെ കയറുന്ന സവോള അറിയണം. അതെന്നാ മര്യാദ കേടാ. അത് നേരാണ്. എന്റെ സരസ, നിനക്ക് കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം ഇല്ലല്ലേ? വേറെ സ്ഥലം കിട്ടിയില്ല ഇവിടുന്ന്. വേറെ ഒരു സ്ഥലമില്ല. ഇങ്ങോട്ട് ഇറങ്ങിക്കള, എന്നെ നാണം കെടുത്താനായിട്ട്. നിനക്കെന്നാ പണി? അല്ല, എനിക്കെന്ന് പറഞ്ഞാൽ ആൾക്കാർ വരണം, സ്കോഷ് എടുത്ത് കൊടുക്കണം, അത്രേ ഉള്ളൂ. വെൽക്കം ഡ്രിങ്ക്. അത് കൊടുത്ത അതിന്റെ പരിപാടി നോക്കി കൊടുക്കണം. പനിനീര് തളിക്കാനല്ല നിന്നെ ഏൽപ്പിച്ചേക്കുന്നത്. നിന്നെ ഈ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാനാ ഇങ്ങനെ വരിനീര് തളിക്കുന്നു. ഇതെന്നാ സംഭവം എന്നറിയാമോ? ഈ 2 അടിച്ചു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല. നീ 2 അടിച്ചുള്ളൂ. അപ്പൊ രാവിലെ തന്നെ അടി കഴിഞ്ഞു. 4 കൂടെ അടിച്ചാലേ ഒരു ചെറിയൊരു പവർ കിട്ടുള്ളൂ. ഇത് നീ കുളമാക്കി തരുമോ? കുളമാക്കിയൊന്നും തരികയല്ലേ, ബാക്കി ആരും ഞാൻ ഏറ്റ്. അത് ചെറുക്കം ആക്റ്റീവായിട്ട് നിന്നേ. പെണ്ണൊക്കെ പറയാ വരുവായിരിക്കും. പിന്നെ ചെറുക്കനെ ആനക്ക് നെറ്റിപ്പെട്ടൊക്കെ കെട്ടിവനല്ലോ. നെറ്റിപ്പെട്ടല്ല, ശർവാണി. അതെ, പെണ്ണ് വന്നില്ലേ? പെണ്ണ് പ്രസവിച്ച് കിടക്കുക. അതെന്നെ പരിപാടി അവൻ പറഞ്ഞു. രാവിലെ കല്യാണം, വൈകുന്നേരം പ്രസവം. എങ്ങനെ ശരിയാകുന്നു? അതെന്താ ശരി? ഇവരെന്തോ അജ്ഞാത ജീവിയാണെന്ന് തോന്നുന്നു. അല്ലാതെ ഈ പെണ്ണ് വന്നില്ലെങ്കിൽ എങ്ങനെയാ ശരിയാകുന്നത്? പകരം അവൾ അനിയത്തി വരും. പെണ്ണ് വരാതെ അനിയത്തി വരുന്ന? കല്യാണം കഴിഞ്ഞ പെണ്ണ് വൈകുന്നേരം പ്രസവിക്കാൻ കയറ്റി. ഇപ്പൊ പെണ്ണിന്റെ അനിയത്തി വരുന്നു. അപ്പൊ അത് നാളെ രാവിലെ അത് പ്രസവിക്കൂലേ? മൊത്തം സദാചാര വിരുദ്ധതയാണല്ലോ. ചോദിക്കണല്ലോ. അതെ, ഈ കല്യാണ ചെറുക്കനല്ലേ? കല്യാണ ചെറുക്കനല്ല, പിന്നെ ഞാൻ പാട്ടുകാരനാ. വാറ്റുകാരന്റെ ആവശ്യം ഇവിടെ ഇല്ലേ? ഇവിടെ ആവശ്യത്തിന് സാധനം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേട്ടാ പാട്ടുകാരനല്ല, ഇവിടെ പാട്ട് പാടുന്നു, അനൗൺസ്മെന്റ് ചെയ്യുന്നു. ഇവിടുത്തെ ആളിനാൽ ഓവർ ഞാനാണ്. അതാണല്ലേ? അതെ. ഓവറാകൂല്ലെങ്കിൽ ഒരു സോള് തരാം. കഴിക്കില്ല. പരിപാടിക്ക് മുമ്പ് കഴിക്കത്തില്ല. പരിപാടി കഴിഞ്ഞിട്ടും കഴിക്കത്തില്ല. കഴിക്കൂല. അല്ല, കഴിക്കൂലെന്നല്ല, ഓരോ പാട്ടിനും മുമ്പ് ഓരോ പെഗ്. അപ്പൊ ഇത് 100 പാട്ടുപാടും ഇവിടെ തിമിർക്കൂല. തികച്ചിട്ടേ പോകുള്ളൂ. അന്നാ ഒരു പാട്ടൊക്കെ ഞാൻ കേട്ട് സംഭവം കേട്ടു. നീ ആവശ്യമില്ലാതെ അവന് മദ്യം കൊടുത്ത് ഇവിടെ കുളമാക്കരുത്. ഇല്ല, അതൊന്നും ഞാൻ കൊടുക്കൂല. നിന്നെ എനിക്കറിയാലോ. ബാക്കി കാര്യമൊക്കെ ഞാൻ വന്നേ. ഹലോ, പരിപാടി ഉണ്ട്. ആ സാബോളൊക്കെ അവിടെ കൊണ്ടുപോയി കേട്ടാ. ഹലോ. ഒരു പാട്ട് പാടയാലോ? ഒരു ഭക്തിഗാനമായാലോ? 10 ഗാനമൊന്നും വേണ്ട, അതിനുള്ള സമയമില്ല. 1 ഗാനം മതി. 10 ഗാനമല്ല, ഭക്തിഗാനം. ആയിക്കോട്ടെ, അത് പാടിക്കും. നമുക്ക് പള്ളിയെ കുറിച്ചൊരു പാട്ട് പാടാം. പള്ളിയെ കുറിച്ചോ? ഭക്തിയായിട്ട് കിട്ടിയാ കൊള്ളായിരുന്നു. അംശം പൊളിക്കാം. ഈ ആൾക്കാർ വന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ റെഡി ആയിരിക്കും. അതെ, മനസ്സിലായോ? വെള്ളം ഗ്ലാസ്. ഭക്തിഗാനം അല്ലേ? ഓരോ പാട്ട് കഴിയുമ്പോൾ തരണം. അപ്പൊ പള്ളിയെ കുറിച്ചൊരു ഭക്തിഗാനം. ആയിക്കോട്ടെ. റെഡി? ഒന്നാം കുന്ന് നടന്നോണ്ടെന്നാണ് നാരോ കുന്നിതിറങ്ങുന്നേ. ആവോധാമാനോ ആവോധാമാനോ രമേശ, ഇനി ഈ നിമിഷം എന്റെ പണിശേരി നീ ഇറങ്ങിക്കോണം. എന്റെ പരിപാടി നടക്കുന്നവർക്ക് ഈ നിമിഷം നീ ഇറങ്ങിക്കോണം. ഞാൻ എന്ത് ചെയ്തു? ഒരു പാട്ട് പാടി ഞാൻ ഡാൻസ് കളിച്ചു. അയ്യോ, അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല. പക്ഷെ ഞാൻ അറിഞ്ഞു എനിക്ക് കിട്ടേണ്ട 3 പണി നീ വേറെ ആൾക്കാർക്ക് വെട്ടിക്കൊടുത്ത് കമ്മീഷൻ മേടിച്ചെന്ന്. അതുകൊണ്ടാ പറഞ്ഞ ചതി ഞാൻ സമ്മതിക്കത്തില്ല. ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കോ. അയ്യോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്ന് പറഞ്ഞേക്ക്. ഞാൻ മര്യാദക്ക് നിന്നോളാം. വേണ്ട രമേശ, എനിക്ക് ഇഷ്ടമില്ല. ഇനി മുതൽ നീ എന്റെ കൂടെ വേണ്ട. തീരുമാനിച്ചു. എന്നെ ഇവിടെ പണിക്ക് നിർത്തൂല. നിർത്തൂല. പക്ഷെ എനിക്കിവിടെ ഞാൻ ഇവിടുന്ന് പോകല്ല. ഞാൻ പണിക്ക് നിൽക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് പോകത്തില്ല. കാര്യം എന്താ? എന്നെ കല്യാണം വിളിച്ചിട്ടുണ്ട്. ആര് വിളിച്ചു? എന്നെ നിങ്ങളെ പണിക്കാൻ നിൽക്കില്ല. പക്ഷെ എനിക്കിവിടെ കല്യാണം കൂടാ. ആര് കല്യാണം വിളിച്ചു? ഇവിടുത്തെ ചേട്ടൻ ചേച്ചി എന്നെ കല്യാണം വിളിച്ചിട്ടുണ്ട്. നോണ പറയല്ലേ? സത്യമായിട്ടും. അങ്ങനെയാണ് നീ കല്യാണം കുടിക്കുക. ഇവിടെ നിന്ന് നീ കല്യാണം കുടിക്കുക. പക്ഷേ ഞങ്ങളുടെ കലവറയിലേക്ക് കയറി പോകാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളുടെ മണിയറെ വന്ന് കയറി. അല്ല, പിന്നെ എവിടെ പോണ്? ഞാൻ പറയും കല്യാണം വിളിച്ചവരപ്പുറത്ത്. നമുക്കിവിടെ ചെറിയ പരിപാടി. തടസ്സനെങ്കിൽ വന്നേ, നമുക്ക് ചെറിയ പരിപാടി ഉണ്ട്. വാ.
ഹലോ 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 അടുത്ത ഗാനം ആലപിക്കുന്നു. അതെ, അതെ. പ്രശസ്ത ഗായകൻ. ഒരു മിനിറ്റ്, പിന്നെ ഞാൻ കൊണ്ടുവരാം. പിന്നെ? പാട്ട് പാടാൻ സമയമാകുമ്പോ ഞാൻ പാട്ട് പാടിയിട്ട് വരാം. ഇവിടെ നിന്നാ ശരിയാവും. ഇത്ര ആൾക്കാരുടെ മുമ്പ് വെച്ച് എന്നെ നാറ്റിച്ചപ്പം പണിയെന്നും പറഞ്ഞു വിട്ടു. ഇനിയിപ്പോ ഞാൻ അടുത്ത് ജീവിക്കും. എന്റെ കല്യാണം കുറെ ഒരു കാറ്ററിംഗ് സർവീസോ കുറച്ച് ഉപ്പ് വാരിയിട്ടല്ല വേണ്ട. പാത്രം കഴുകണ സോപ്പ് വെള്ളം കിടക്കട്ടെ. അവൻ്റെ ഒരു പാചകം. അവൻ്റെ പാചകം ഞാൻ കുളാക്കും. എന്നെ പണിന്ന് പറഞ്ഞു വിട്ടിട്ട് അവൻ ഒറ്റയ്ക്ക് പേരെടുത്ത് വലിയ പാചകക്കാരനാകാൻ കളിക്കണം. അതൊന്ന് ഞാൻ ശരിയാക്കി കൊടുക്കാം. രമേശ, ആളുകളൊക്കെ വരാറായിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. വെൽക്കം ഡ്രിങ്ക് തുടങ്ങി അങ്ങോട്ട് മേലോട്ട് അടിപൊളിയായിരിക്കും. എന്നാലും കാര്യങ്ങളെല്ലാം നല്ല ടൈറ്റായിട്ട് പോകണം കേട്ടോ. ടൈറ്റായിട്ട് പോകുമെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ലൂസ് വരാം. കാര്യങ്ങളൊക്കെ നല്ല ഫ്ലോ ആയിട്ട് പോയാൽ ഫ്ലോ ആയിട്ട് പോകുള്ളൂ. ഫ്ലോ ആയിട്ട് പോകുള്ളൂ. അതിലും ചേട്ടൻ പേടിക്കണ്ട. ഫ്ലോ ആയിട്ട് പോകുള്ളൂ. അടിച്ചിട്ടുണ്ടോ? രണ്ടെണ്ണം. രണ്ട് പൈന്റ്. 2 പോയിന്റോ? അത് ഉപദ്രവമൊന്നും ഇല്ലെന്ന്. ഞാൻ പച്ചയ്ക്കാം. തല മൊത്തം പഴുത്ത് നിൽക്കുകയാണല്ലോ പച്ചക്കാണെന്ന് പറഞ്ഞു. രാവിലെ ഒരു തുള്ളി പോലും കഴിച്ചില്ല. അവള് സമ്മതിച്ചില്ല. ആ ഒരു കാര്യം ചെയ്യും. നമുക്ക് 2 അടിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. ഞാനിവിടെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, നിങ്ങൾ എവിടെ പോവാ? ഇവിടെ വന്നേ. ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ വരാനാ പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തടാം. ഈ ഒഴിവാക്കി തരാൻ എന്നോട് പറയേണ്ട കാര്യമുണ്ടല്ലോ. വക്കീലും പോയി കാണും. ഡിവോഴ്സ് മേടിക്കും. അതല്ല, ഇവിടെ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരാം. ആണോ? അതെ ചേച്ചി, കാര്യങ്ങളെല്ലാം ഞങ്ങള് വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൂടി. ഇതിന്റെ സൃഷ്ടാവ് ഞാനാ. നീ കലക്കിയതാണോ? ഞാൻ കലക്കിയതാ. ആണോ? മൊത്തം കലങ്ങും. അതെ അതെ. രമേശ, അല്ല ചേട്ടന് വേണ്ട. അവിടെ ഒരാളെ ഒഴിവാക്കി തരാൻ പറഞ്ഞ അതിനുള്ള പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി 2 പേർക്കും കൂടെ ഈ പൈസ അത്രയും ചെലവാക്കി എനിക്ക് വിലക്കണ്ടിരിക്കില്ലേ? ശരിയാവില്ല. നല്ല നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി. അങ്ങനെ അടിപൊളിയാടാ. അടിപൊളിയാണ്. പക്ഷേ പുളിയായിരുന്നാ മതി. അതെ, നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും നിങ്ങളുടെ മുമ്പിൽ എനിക്കൊരു കൺട്രോൾ വേണം കേട്ടോ. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണുവേ. അതെ, കൺട്രോൾ വേണം. അല്ലെങ്കിൽ അല്ല, അവൾ ഇവിടെ തന്നെ കാണും. എന്നാന്നേ അല്ലതെ ഒന്നുമില്ല, ഒന്നുമില്ല. ഒന്ന് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോകണ്ട. എന്ത്? 2 പേർക്കും കൂടെ ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ പോയാലും കുഴപ്പമാവൂടാ. കുഴപ്പമാവൂല. ഇല്ല, നീ മാറി. 2 പേർക്കും കൂടെ ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഈ കാണുന്ന വാടക വീടും ആ പുറമ്പോക്ക് സ്ഥലവും എല്ലാം അച്ഛൻ എനിക്ക് എഴുതി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, രമേശേട്ടാ, ആറ്റുനോറ്റ് കിട്ടിയ കല്യാണമാ. അത് ഞാൻ അറിഞ്ഞായിരുന്നു. അവള് കുളിച്ചോണ്ടിരുന്ന പാറ്റി പോയി നോക്കിയിട്ട് നാട്ടുകാർ പിടിച്ചു വെച്ച് കെട്ടുകയാണല്ലോ. അതൊന്നും കുഴപ്പമില്ല. വന്നോ? നമസ്കാരം. എല്ലാം അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാനൊരു കേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. ആ കേക്ക് മുറിച്ചോണ്ട് പയ്യെ നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. അപ്പൊ ഗസ്റ്റ് ഒക്കെ വന്നു തുടങ്ങട്ടെ. അപ്പൊ കേക്ക് മുറി നടക്കട്ടെ അല്ലേ? ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കേക്കല്ല മുറിക്കേണ്ടത്. എല്ലാവർക്കും വരുമ്പോഴേ വെൽക്കം ഡ്രിങ്ക് ആണ് കൊടുക്കേണ്ടത്. സരസാ, വെൽക്കം ഡ്രിങ്ക് എടുക്കുക കേട്ടോ. അത് ഉണ്ട്, സാധനമുണ്ട് ഇവിടെ. എല്ലാവർക്കും കൊടുത്ത് വെൽക്കം ഡ്രിങ്ക് എല്ലാവർക്കും കൊടുക്കും. പെട്ടെന്ന് കൊടുക്കും. എല്ലാവർക്കും കൊടുക്കാതെ ആദ്യം കൊടുക്കേണ്ട വെൽക്കം ഡ്രിങ്ക്. അതിനുശേഷമാണ് നമ്മൾ എനിക്ക് വേണ്ട. പ്രിയരെ, പ്രവീണയുടെയും സ്നേഹയുടെയും വിവാഹത്തിനോടനുബന്ധിച്ച് ഞാൻ ചുക്കോളെ കൂടിക്കൊള്ളു വേണ്ട. അയ്യോ, ഇവർക്ക് ആശംസ അറിയിച്ചുകൊണ്ട് അടുത്ത ഗാനത്തിന് കിടക്കുന്നത് ചുക്കോളെ കൂടിക്കൊള്ളു വേണ്ട. ഇത് കുടിയുന്ന ഉണ്ടോ? ഇല്ല, ചുക്കുവെള്ളം കുടിച്ചാൽ അടിപൊളിയാവുള്ളൂ, ശബ്ദം വരുള്ളൂ. അടിയിൽ നിന്ന് ഇങ്ങനെ എന്റെ ഈ ശ്വാസം വന്ന് ശബ്ദമായിട്ട് വരണില്ല. ഇത് അനർക്ക നിർഗളമായിട്ട് വരണമെങ്കിൽ ചുക്കുവെള്ളം വേണം. അതെ, ഇത് വേണ്ടതേ. ഇത് ഇഞ്ചിയൊക്കെ ചതച്ച് ചേർത്തിട്ടുണ്ടോ? ഇഞ്ചി വേണ്ട. പിന്നെ ഇഞ്ചി ഉണ്ടെങ്കിൽ നേരത്തെ പറയണ്ടേ? ഇവിടെ ഇങ്ങോട്ട് തന്നാ പോരെ. ഞാൻ കുടിക്കും. 2 ഗ്ലാസ് വേണം. 2 ഗ്ലാസ് വേണ്ട, ഗ്ലാസ് മതി. അനർക്ക നിർഗളം മന്നോങ്കി മതി. അപ്പൊ എന്റെ ഒരു അടിപൊളി പാട്ടായല്ല. ഒരു പാട്ടം കിട്ടും നമുക്ക്. എന്റെ അടുത്തൊരു മനോഹരമായ ഗാനം നിങ്ങൾ എല്ലാവരെയും ആ ഗാനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ആ ഗാനത്തിലേക്ക് എങ്ങനെയുണ്ട്? അല്ല, പാട്ട് സത്യത്തിൽ ഇവിടെ പാട്ടല്ല ഇപ്പൊ വേണ്ടത്. ഒരു ഡാൻസ് ആണ് വേണ്ടത്. ഡാൻസ് കളിച്ചാൽ നല്ല രസമായിരിക്കും. പറ്റിയ ഒരു ഡാൻസ് ഞാൻ ഇട്ട് തരാവേ. പാട്ട് വേണ്ടേ?
ഒരു കാര്യം ഇവിടെ ഈ കോമൺ ബാത്റൂം എവിടെ? സോമന്റെ ബാത്റൂം ഇല്ല, ഇവിടെ ആകെ ഒരു ബാത്റൂം ഉള്ളത്, അവിടെ ഓർമ്മയുണ്ട്. അവിടെ ഉണ്ടാ. എല്ലാരും കൂടെ ബഹളം വെക്കില്ല. അവിടെ അവിടെ ആളുണ്ട്. അവിടെ ആളുണ്ടോ? ആ, ഇങ്ങോട്ട് പോകാനല്ലേ? ഇങ്ങോട്ട് പോകും. വിട്ടോ, അവിടെ ഉണ്ട് ആള്. അവന്റെ കല്യാണ റിസപ്ഷൻ അവിടെ ഉണ്ട് ആളവിടെ ഉണ്ട്. ഇവിടെ ഇവിടെ മതി മതി, കുറച്ചു നേരം പിടിച്ചിരിക്കും. വരും ഒരു സമയമുണ്ട്, ഓരോരുത്തരെ കടത്തി. രമേശ, ഓ നിനക്കൊരു കുഴപ്പമില്ലടാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ലേ? അതന്നെ, ഞാൻ തന്നെ കലക്കിയ സോപ്പുള്ള ഇതിലൊഴിച്ചെങ്കിൽ ഞാൻ എങ്ങനെ എടുത്ത് കുടിക്കും? നിങ്ങൾക്കല്ലേ നീ എന്നാ പറഞ്ഞേ? സോപ്പ് വെള്ളം കലക്കിയ വെള്ളം എടുത്ത് വെൽക്കട്രിങ്ങിൽ ഒഴിച്ചെന്നു. നിങ്ങളെല്ലാരും കേട്ടോ, ഇവനാ ഈ റിസപ്ഷനിൽ നിന്ന് കൊളവാക്കിയത്. തല്ലി കൊല്ലിവനെ. ഞാൻ പിടിക്കാം. ഇത് ഞങ്ങളുടെ ആദ്യ രാത്രിയാ. എന്റെ ബെഡ്റൂം എവിടെയാ? നിന്റെ ആദ്യ രാത്രി ഇന്ന് ബെഡ്റൂമിലല്ലടാ, കാണുന്ന ബാത്റൂമിലാ. ചെല്ലങ്ങോട്ട്.